ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഓട്ടുവിളക്ക് കത്തിച്ച് വാട്ടവിളക്ക് കത്തിച്ച് വീടിൻ്റെ കതകിൻ്റെ കൊളുത്തെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു. വലത്തെ കൈ വാക്കത്തി കയറി വന്നപ്പോൾ തിണ്ണയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പകുതി മീറ്റത്തും പകുതി തിണ്ണയിലുമായിട്ട് ഭർത്താവ് എന്ന് പറയുന്ന മഹാമാന്യൻ കിടപ്പുണ്ട്. അവർ ആ വിളക്ക് അവിടെ താഴെ വെച്ച് വാക്കത്തി എന്താ വെച്ചാൽ കാല് പിടിച്ച് വെച്ചിട്ട് ആ വാക്കത്തി ഇങ്ങോട്ട് എടുത്ത് ഇവൻ്റെ കഴുത്തങ്ങ് വെട്ടിയാലോ. 3-4 ദിവസമായി കപ്പളങ്ങ മാത്രം തിന്ന് 2-3 കുഞ്ഞുങ്ങൾ പെരയ്ക്കകത്ത് കിടക്കുന്നു. ഞാൻ രാവിലെ പറഞ്ഞു ഇത് ഓർക്കാതെ കള്ളു കുടിച്ചേച്ച് വന്നല്ലേ ഇന്നത്തെ ഒരു ദിവസമായിട്ട് പണിത്. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോഡിങ്ങുകാരൻ തേക്കും തടി കെട്ടിയാൽ അവന്റെ അന്നത്തെ പണിക്കൂലി 1000 രൂപയാ. അവനായി വന്ന് കിടക്കുന്നേ. വെട്ടുകത്തി ഓങ്ങിയപ്പോ തന്നെ അവൻ ഇങ്ങനെ ഒന്ന് നേരെ കിടന്ന് ചിരിച്ചു. അവൾ ആ വാക്കത്തി താഴെ വെച്ചിട്ട് അവിടെ 2-3 പ്രാവശ്യം വാക്കത്തി എടുത്തിട്ട് അവൾ എറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഓർത്തു. അവനെ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ അവനൊരു കാര്യം പറഞ്ഞു. എനിക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ കയ്യിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒരു നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്, എനിക്ക് വേറെ ആരുമില്ല.